റിലീജിയൻ ആൻഡ് ഹിസ്റ്ററി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ക്രിസ്തു ശിഷ്യനായ തോമസ് എഴുതി എന്ന് കരുതപ്പെടുന്ന അപ്രമാണികമായ ഒരു പുസ്തകമാണ് തോമസിൻ്റെ സുവിശേഷം. ആ പുസ്തകത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. 1945 ഈജിപ്തിലെ നാഗ് ഹമ്മദിയിൽ നിന്നും കണ്ടുകിട്ടിയ ജ്ഞാനവാദ ഗ്രന്ഥശേഖരത്തിൽ ഉൾപ്പെട്ടിരുന്ന ഒരു പുസ്തകമാണ് തോമസിൻ്റെ സുവിശേഷം. ഗ്രീക്ക് തത്വചിന്തകനായിരുന്ന പ്ലേറ്റോയുടെ പ്രസിദ്ധമായ റിപ്പബ്ലിക് എന്ന ഗ്രന്ഥത്തിൻ്റെ ചില ഭാഗങ്ങളും യേശുവിൻ്റെ മറ്റൊരു ശിഷ്യനായിരുന്ന ഫിലിപ്പോസിൻ്റേതെന്ന് കരുതപ്പെടുന്ന മറ്റൊരു സുവിശേഷവും ഉൾപ്പെടെ 12 വാല്യങ്ങളിലായി 52 കൃതികൾ അടങ്ങിയ ഒരു ശേഖരത്തിൽ നിന്നുമാണ് ഈ പുസ്തകം കണ്ടെടുത്തത്. ക്രിസ്തീയ ലിഖിതങ്ങൾക്ക് ആദ്യമായി ഒരു അംഗീകൃത സംഹിത നിശ്ചയിച്ചുകൊണ്ടുള്ള സഭാപിതാവായിരുന്ന അലക്സാൻഡ്രിയയിലെ മെത്രാൻ അത്തനാസിയൂസിൻ്റെ ഒരു കത്ത് സൃഷ്ടിച്ച ഭയപ്പാടിൽ കുഴിച്ചു മൂടപ്പെട്ടതാണ് കണ്ടെടുത്ത ഈ കൃതികൾ എന്ന് പണ്ഡിതന്മാർ പൊതുവെ അഭിപ്രായപ്പെടുന്നു. ഗ്രന്ഥശേഖരത്തിൻ്റെ 2ാം വാല്യത്തിൽ ഉൾപ്പെടുന്ന 7 കൃതികളിൽ രണ്ടാമത്തേതായ കോപ്റ്റിക് ഭാഷയിൽ രചിക്കപ്പെട്ട ഈ പുസ്തകത്തിൽ യേശുവിൻ്റേതായി പറയപ്പെടുന്ന 114 വചനങ്ങളാണ് ഉള്ളത്. ഈ വചനങ്ങളിൽ പകുതിയോളം കാനോനിക സുവിശേഷങ്ങൾ ഉൾപ്പെട്ടവയോട് സാമ്യമുള്ളവയും ബാക്കിയുള്ളവ സുവിശേഷങ്ങളിൽ കാണപ്പെടാത്തതുമാണ്. യേശു ശിഷ്യനായ തോമസുമായി ബന്ധപ്പെട്ട പാരമ്പര്യം ശക്തമായിരുന്ന സിറിയയിൽ ഉത്ഭവിച്ചതാവാം ഈ രചന എന്ന് അനുമാനിക്കാം. പിൽക്കാലങ്ങളിൽ അറിയപ്പെടാതിരുന്ന ഈ രചന 4ാം നൂറ്റാണ്ടിൽ ആദ്യകാല സഭയുടെ ചരിത്രം എഴുതിയ കേസരിയയിലെ യൂസിബിയൂസിന് പരിചയം ഉണ്ടായിരുന്നു. കാരണം പാഷാണ്ഡികൾ കെട്ടിച്ചമച്ച വ്യാജ രചനകളെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ച ഒരു കൂട്ടം കൃതികളിൽ ഈ കൃതിയും ഉൾപ്പെട്ടിരുന്നു. ജീവിച്ചിരിക്കുന്ന യേശു അരുൾ ചെയ്തത് ദിദിമോസ് യൂദാ തോമ രേഖപ്പെടുത്തിയ വചനങ്ങൾ എന്ന ആമുഖത്തോടെയാണ് കൃതി തുടങ്ങുന്നത്. കൊയിന ഗ്രീക്കിലെ ദിദിമോസ് എന്ന പേരിനും അറമായ ഭാഷയിലെ തോമസ് എന്ന പേരിനും ഇരട്ട എന്ന ഒരർത്ഥമാണുള്ളത്. അതുകൊണ്ട് തോമയെക്കുറിച്ചുള്ള ഈ പരാമർശം അടിസ്ഥാനമില്ലാത്തതായതിനാൽ ഈ കൃതി ആരുടേതെന്ന് പറയുവാൻ കഴിയില്ലെന്ന് ഭൂരിപക്ഷം പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നു. ആദ്യകാല ക്രിസ്തീയതയിലെ ജ്ഞാനവാദികളെ പോലുള്ള ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ നിന്നാവാം ഇതിൻ്റെ ഉത്ഭവം എന്ന് കരുതുന്നതിൽ തെറ്റില്ല. ഭൗതിക ലോകത്തെയും ശാരീരികമായ അസ്തിത്വത്തെയും തിന്മയായി കരുതുന്ന ജ്ഞാനവാദ വീക്ഷണം ഈ കൃതികളിൽ ഉടനീളം നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. നിഗൂഢമായ ദൈവിക ജ്ഞാനത്തിൻ്റെ പ്രാപ്തിയിലൂടെ ആത്മശരീരങ്ങളുടെ ദ്വന്ദ്ഭാവത്തെ അതിജീവിച്ച് ആത്മീകമായ ഐക്യം പ്രാപിക്കാമെന്ന നിലപാടിന് ഇത് ഊന്നൽ കൊടുക്കുന്നു. ഈ അവസ്ഥയിലെത്തുന്നവർ മാനുഷികമായ പരിമിതികളെ മറികടക്കുന്നുവെന്ന് ഇത് വാദിക്കുന്നു. എന്നാൽ കുദാശകളെക്കുറിച്ചോ യഹൂദ ക്രൈസ്തവ പാരമ്പര്യങ്ങളിൽ പ്രധാനമായ വിശ്വാസികളുടെ കൂട്ടായ്മകളെക്കുറിച്ചോ ഇതിലൊന്നും പറയുന്നില്ല. അതുകൊണ്ടാണ് ക്രിസ്തീയ പാരമ്പര്യത്തിൻ്റെ മുഖ്യധാരയ്ക്ക് പുറത്തുള്ളതായി ഈ ഗ്രന്ഥം പരിഗണിക്കുവാൻ കാരണമായി തീർന്നത്. തോമായുടെ സുവിശേഷം ജ്ഞാനവാദ രചന അല്ലെന്നും നാഗ് ഹമ്മദിയിൽ ജ്ഞാനവാദ ഗ്രന്ഥ ശേഖരത്തിൻ്റെ ഭാഗമായി കണ്ടെത്തി എന്നതൊഴിച്ചാൽ ഇതിനെ ജ്ഞാനവാദ രചനയായി കണക്കാക്കുവാൻ ഒരു കാരണവുമില്ലെന്ന് വാദിക്കുന്ന പണ്ഡിതന്മാരും കുറവല്ല. ഇതിൻ്റെ ഉള്ളടക്കത്തിലും വീക്ഷണത്തിലും തോമയുടെ സുവിശേഷം 4 കാനോനിക സുവിശേഷങ്ങളിൽ നിന്നും മറ്റു പുതിയ നിയമ ഗ്രന്ഥങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കുന്നു. മറ്റു സുവിശേഷങ്ങളിലെ പോലെ യേശുവിൻ്റെ ജീവിതം വരച്ചു കാട്ടുകയല്ല ഈ കൃതി ചെയ്യുന്നത്. മറിച്ച് യേശുവിൻ്റേതായി പറയപ്പെടുന്ന അരുളപ്പാടുകളാണ് ഇതിലുള്ളത്. ഇവയിൽ ചിലത് ഒറ്റപ്പെട്ടു നിൽക്കുന്നവയും മറ്റുള്ളവ ചെറിയ പ്രഭാഷണത്തിൻ്റെയോ മറ്റു ഉപദേശത്തിൻ്റെയോ ഭാഗങ്ങളുമാണ്. ഇതിൽ 65ാം വചനത്തിൽ യേശുവിൻ്റെ മരണത്തിൻ്റെ സൂചന ഉണ്ടെങ്കിലും യേശുവിൻ്റെ കുരിശാരോഹണത്തെയോ ഉയർത്തെഴുന്നേൽപ്പിനെയോ അന്തിമ ന്യായവിധിയോ കുറിച്ചോ പരാമർശിക്കുന്നില്ല.
കൂടാതെ യേശുവിൻ്റെ മശിഹാത്വം ഇതിൽ എങ്ങും കാണുവാൻ കഴിയുന്നില്ല. എന്നാൽ മറ്റു സുവിശേഷങ്ങളിലെ വിധക്കാരൻ്റെ ഉപമ, കടുകുമണിയുടെ ഉപമ, കല്യാണ വിരുന്നിൻ്റെ ഉപമ, ദുഷ്ടനായ കാര്യസ്ഥൻ്റെ ഉപമ എന്നിവ ഉള്ളടക്കത്തിലും രൂപത്തിലും വ്യത്യസ്തമായ രീതിയിൽ ഇതിൽ ചേർത്തിട്ടുണ്ട്. തോമായുടെ സുവിശേഷത്തിലെ യേശുവിൻ്റെ വചനങ്ങളിൽ ചിലത് 1898 ഈജിപ്തിലെ ഓക്സിറിംഗസിൽ നിന്ന് കിട്ടിയ ഗ്രീക്ക് ഭാഷയിലുള്ള കയ്യെഴുത്ത് പ്രതികളിലും മറ്റു ചില ആദ്യകാല ക്രിസ്തീയ ലിഖിതങ്ങൾ ഉള്ളതായി തിരിച്ചറിഞ്ഞു. ഇതിനെ തുടർന്ന് തോമായുടെ സുവിശേഷത്തിൻ്റെ ഗ്രീക്ക് മൂലത്തിൻ്റെ രചനാകാലം AD 80 അടുത്ത് 1-2 നൂറ്റാണ്ടുകളിൽ ആയിരിക്കാമെന്ന് ഊഹിക്കുന്നുണ്ടെങ്കിലും പണ്ഡിതന്മാരുടെ ഇടയിൽ ഇതിനെപ്പറ്റി ഒരു ഏക അഭിപ്രായം ഇല്ല. അതായത് നാഹമ്മദി പുസ്തകങ്ങളുടെ തന്നെ കാലം 3-4 നൂറ്റാണ്ടുകളിലാണെന്ന് കരുതപ്പെടുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലെയുള്ള അറിവുകളുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.